ഏറെക്കാലം കേരളത്തെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷും എം ശിവശങ്കരനും. എന്നാൽ വീണ്ടും ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ഇഡിയോട് വളരെ വേഗത്തിൽ അതേക്കുറിച്ചുള്ള വിവരം നൽകിയിരിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറുഭാഗത്ത് ജാമ്യത്തിലിറങ്ങി നട്ടെല്ല് ചികിത്സ എന്നതിൻ്റെ പേരിൽ ഇത്രയും നാൾ പുറത്ത് സുഖചികിത്സയായിരുന്നു, അതിനുള്ള ചിലവ് സർക്കാർ കൂടി വഹിക്കണമെന്ന നിലപാടാണ് ശിവശങ്കരൻ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ലക്ഷങ്ങൾ അനുവദിക്കുകയാണ് പിണറായി സർക്കാരും. അപ്പുറത്താകട്ടെ സ്വപ്ന സുരേഷിന് കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആകുലതയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. പ്രധാനമായും 3 വിഷയങ്ങളാണ് ഇതിൽ പുരോഗതിയായി പറയാനുള്ളത്. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ചോ എന്നുള്ള ചോദ്യമാണ് ഇഡിയോട് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായിട്ടുള്ള ഹൃഷികേശ് റോയ്, എസ്.വി. ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇഡി അഭിഭാഷകനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ സമർപ്പിക്കാനായി നിർദ്ദേശം നൽകിയത്. കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതി അന്വേഷണ പുരോഗതി എവിടെ വരെ എത്തിയെന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. ഇഡിക്ക് വേണ്ടി കേസിൽ ഹാജരാകുന്നതാകട്ടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. അദ്ദേഹം നിലവിൽ ഡൽഹിയിൽ ഇല്ലാത്തതുകൊണ്ട് ഹർജി പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ജൂനിയർ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചത്. അത് കോടതി അംഗീകരിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വ്യക്തമാക്കണമെന്നാണ് ഇഡിയോട് അഭിഭാഷകൻ പറയുന്നത്. കേസിൽ 27 പ്രതികളുണ്ട്. എന്നാൽ ട്രാൻസ്ഫർ ഹർജിയിൽ വെറും 4 പേരെ മാത്രമാണ് ഇഡി കക്ഷി ചേർത്തിരിക്കുന്നത്. ശിവശങ്കറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയൻ മുത്തുരാജാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞത്. കേസിൽ സപ്ലിമെന്ററി കുറ്റപത്രം ഫയൽ ചെയ്ത് കഴിഞ്ഞതായും അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട്. വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിന് മുൻപ് മുഴുവൻ പ്രതികൾക്കും പറയാനുള്ളത് കേൾക്കണമെന്നതാണ് കീഴ്വഴക്കം. അക്കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗം വ്യക്തമാക്കുന്നത്. വാദം കേൾക്കുമ്പോൾ അത് പരിഗണിക്കാമെന്ന് കോടതിയും പറയുന്നുണ്ട്. വിവാദ നായകനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള എം ശിവശങ്കറിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ശിവശങ്കർ കേരളത്തിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ശിവശങ്കറിന്റെ ചികിത്സാ ചിലവ് ഇനത്തിൽ സർക്കാർ ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചതായിട്ടുള്ള വിവരമാണ് പുറത്തുവരുന്നത്. 2023 ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശിവശങ്കർ ചികിത്സ നടത്തിയിരുന്നു. അങ്ങനെയാണ് ശിവശങ്കർ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2,35,967 രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുകയും ചെയ്തു. അതും നമ്മുടെ നികുതി പണം. നേരത്തെ തന്നെ തുക അനുവദിക്കണമെന്ന് കാട്ടി ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയൊരു തീരുമാനം നടത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ 1-ാം പ്രതി കൂടിയാണ് ശിവശങ്കർ. അതൊരു പക്ഷേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മറന്നുപോയിരിക്കാമെന്ന് തന്നെയാണ് ഏവർക്കും സംശയമുണ്ടാകുന്നത്. ഒരു പ്രതിക്ക് വേണ്ടി, അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇത്രയധികം തുക സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നത് എന്ത് വ്യവസ്ഥയിലാണെന്നുള്ള കാര്യം കൂടി വിശദീകരിക്കണം. ശിവശങ്കർ 2023 ഫെബ്രുവരി 14 മുതൽ ഓഗസ്റ്റ് വരെ കാക്കനാട് ജയിലിൽ റിമാൻഡിലായിരുന്നു. ജയിൽവാസിന് ശേഷമാണ് ജാമ്യത്തിലിറങ്ങാൻ ചികിത്സയുടെ പേര് പറഞ്ഞ് പുറത്തു ചാടിയത്. നട്ടെല്ലിന് ശസ്ത്രക്രിയ വേണമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് കൂടി കോടതിയിൽ അന്ന് സമർപ്പിച്ചിരുന്നു. അത് പരിഗണിച്ചാണ് ഏറെക്കാലത്തെ വാദത്തിനൊടുവിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. നിലവിൽ സുപ്രീം കോടതിയുടെ ജാമ്യത്തിലാണ് ശിവശങ്കർ ഉള്ളത്. നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം കോടതി സ്ഥിരമാക്കുകയും ചെയ്തു. ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായ ശേഷം 2023 ഓഗസ്റ്റ് വരെ എറണാകുളം കാക്കനാട് ജയിലിൽ കഴിഞ്ഞ് അവിടെയുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നേടിപ്പോന്നിരുന്നത്. ഇതുപോരാ, വിദഗ്ധ ചികിത്സ വേണം, സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തന്നെയാണ് ശിവശങ്കർ പുറത്തിറങ്ങിയത്. ഇഡി രജിസ്റ്റർ ചെയ്ത ലൈഫ് മിഷൻ കോഴക്കേസിൽ 1-ാം പ്രതി കൂടിയാണ് ശിവശങ്കർ. എന്നാൽ കസ്റ്റഡിയിൽ തന്നെ നട്ടലിന് വേണ്ട ശസ്ത്രക്രിയയൊക്കെ തന്നെ നടത്താമെന്ന് ഇഡിയുടെ അഭിഭാഷകൻ വാദിച്ചുവെങ്കിൽ പോലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ അന്ന് നടന്നത്. എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ നൽകിയ റിപ്പോർട്ടും എം ശിവശങ്കർ തന്നെ കോടതിയിൽ ഹാജരാക്കി നട്ടെല്ലിന് ശസ്ത്രക്രിയ അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ആരോപണ വിധേയനായ ശിവശങ്കറിനാണ് ഇത്രയധികം തുക ഈ ഘട്ടത്തിൽ അനുവദിച്ചു നൽകാനായി കേരള സർക്കാരും തയ്യാറായിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ കാരണഭൂതയായ സ്വപ്ന സുരേഷിന് വലിയൊരു കുരുക്ക് തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ വേണ്ടി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നുള്ളൊരു കേസ് നിലവിലുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പൊങ്ങി വന്നപ്പോൾ തന്നെ ഉണ്ടായ ഒരു സംശയം തോന്നിയപ്പോൾ അന്വേഷിച്ച ഒരു കേസ് തന്നെയായിരുന്നു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കൂടി. അതിൽ സ്വപ്ന സുരേഷ് ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ്. എന്നാൽ പ്രതിസ്ഥാനത്ത് നിന്നും കുറവ് ചെയ്ത് മാപ്പ് സാക്ഷിയാക്കണമെന്ന് 2-ാം പ്രതി ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 16-ന് ഈ ഹർജിയിൽ വാദം ബോധിപ്പിക്കാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി.